ഓരോ ദിവസം കഴിയുന്തോറും ഡോക്ടർ ശശി തരൂര് കോൺഗ്രസിനെ വെട്ടിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ്സുകാർ വിചാരിക്കുന്നത് തരൂർ ഇനി അങ്ങ് പുറത്തു പോകട്ടെ. ഒന്നും പ്രതികരിക്കുന്നില്ല കോൺഗ്രസ്സുകാർ. ശശി തരൂരിൻ്റെ വാക്കുകൾക്ക് എതിരെ പ്രതികരിക്കാൻ തക്കവണ്ണം ശേഷിയുള്ളവരല്ല കോൺഗ്രസ്സുകാരെന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ശശി തരൂര് പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അതിനൊരു ലെവലുണ്ട്. അതൊരു വലിയ തലത്തിലാണ് കാണേണ്ടത്. അതിന് തക്കതായ മറുപടി കൊടുക്കാൻ കോൺഗ്രസ്സുകാരെ കൊണ്ട് ഒരിക്കലും സാധിക്കത്തില്ല. ഇപ്പോൾ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പേരിൽ തരൂരിനെ വിരട്ടാൻ പലരും ഒക്കെ നോക്കി. തരൂര് പറഞ്ഞ മറുപടി തന്നെ രാഹുൽ ഗാന്ധി ആദ്യം പോയി രാഷ്ട്രീയവും ചരിത്രവും പഠിക്കൂ എന്നാണ്. ശരിയാണ്, ഇത് രണ്ടിൽ ലെവലേശം അറിവില്ലാത്ത ഒരാളാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ വിചാരം കോൺഗ്രസ് എന്നാൽ നെഹ്റു കുടുംബമാണ്, നെഹ്റു കുടുംബം എന്നാൽ കോൺഗ്രസ് ആണ്, ഇന്ത്യ ഭരിക്കേണ്ടവർ അവർ മാത്രമാണ് എന്ന് കരുതിയിരിക്കുന്നവരാണ് ഈ തരൂര്, എന്ന് കരുതിയിരിക്കുന്നവരാണ് രാഹുൽ ഗാന്ധി. അപ്പൊ തരൂര് ഇതിനെയൊക്കെയാണ് ചോദ്യം ചെയ്യുന്നത്. തരൂർ എന്തായാലും ഈ ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യലുകൾ നടത്തുന്നത് കൊണ്ട് കോൺഗ്രസ്സുകാർക്ക് പൊതുവെ ഒരു ഭയമാണ്. പ്രത്യേകിച്ച് സോണിയാഗാന്ധിക്കും മക്കൾക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടി ഇങ്ങനെയൊക്കെ അങ്ങ് പോയെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ ജീവിച്ച് മുന്നേറാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നിലമ്പൂരിൽ വോട്ടെടുപ്പ് ദിനത്തിൽ തരൂർ ഒരു സർജിക്കൽ സ്ട്രൈക്ക് അങ്ങ് നടത്തിയിരിക്കുകയാണ്. എന്താണ്? നിലമ്പൂരിൽ തന്നെ ക്ഷണിച്ചില്ല. ക്ഷണിക്കാൻ എന്താ, ഇത് കല്യാണം വല്ലതും ആണോ എന്നാണ് നമ്മുടെ ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ ചോദിച്ചിരിക്കുന്നത്, കാസർഗോഡ് MP. ഈ കല്യാണമല്ല എങ്കിലും ഈ തരൂരിനെ പോലുള്ള ഒരാൾ വെറുതെ അങ്ങ് ചെന്ന് വലിഞ്ഞു കയറാൻ പറ്റത്തില്ലല്ലോ. നിലമ്പൂരിൽ അദ്ദേഹത്തിന് ചെല്ലണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു ഷെഡ്യൂൾ ഉണ്ടാകണം. എവിടെയൊക്കെ പ്രസംഗിക്കണം, ഏത് വേദിയിലാണ് എന്നൊക്കെ കൃത്യമായി അവിടെ തെരഞ്ഞെടുപ്പ് ഒരു കമ്മിറ്റിയും അതിൻ്റെ ചുമതലയുള്ള ആളും ഒക്കെ ഉണ്ട്. അനിൽകുമാറാണത്. അത് ചെയ്യാതെ എങ്ങനെയാണ് അദ്ദേഹം കയറി വരിക? അപ്പോൾ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിൽ നിന്ന് തന്നെ നിർദ്ദേശമുണ്ട്, തരൂരിനെ അങ്ങോട്ടേക്ക് വിളിക്കരുത്, വിളിച്ചു കഴിഞ്ഞാൽ സംഗതി വഷളാവും. അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂർ പറയും, നരേന്ദ്രമോദിയെ പുകഴ്ത്തും, അതുപോലെ തന്നെ ഗാസ, അതുപോലെ ഹമാസ്, ഈ വക വിഷയങ്ങളിലെല്ലാം, ഇറാൻ ഇസ്രയേൽ വിഷയങ്ങളിലെല്ലാം അദ്ദേഹം പ്രതികരിക്കും. അദ്ദേഹം പ്രതികരിക്കുന്നത് അത് ആധികാരികമായിട്ടാണ്. അല്ലാതെ ഇവിടുത്തെ മറ്റ് സഖാക്കന്മാരോ കോൺഗ്രസ്സുകാരന്മാരോ പറയുന്ന പോലെ ബബ്ബ അടിക്കുന്ന ഒരാളല്ല തരൂർ എന്നുള്ളത് മനസ്സിലാക്കണം വസ്തുനിഷ്ഠമായിട്ട്. ഇപ്പൊ തന്നെ തരൂരും ഈ ട്രംപ് മോദി കൂടിക്കാഴ്ചയെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇതിന്റെ നമ്മുടെ നയതന്ത്രത്തിന്റെ ഒരു വലിയ വിജയമാണ് എന്നുള്ള ഒന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ കോൺഗ്രസ്സുകാരെ ഇങ്ങനെ നിരന്തരം വെട്ടിലാക്കിക്കൊണ്ടിരിക്കുന്ന തരൂര്, ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എന്തായാലും ഒന്നും നേടാനില്ല തരൂരിന്. തരൂര് വേറൊരു തരത്തിലേക്ക് പോകുന്ന ആളാണ്. തരൂരിന്റെ പ്രൊഫൈൽ വേറൊന്നാണ്. അപ്പോൾ കോൺഗ്രസ്സുകാർ വിചാരിക്കുന്നത് പോകുന്നെങ്കിൽ അങ്ങ് പോകട്ടെ, നമ്മളാരും പുറത്ത് ഇറക്കി വിടുന്നില്ല. തരൂരും അങ്ങനെ തന്നെ നിൽക്കുകയാണ്, കോൺഗ്രസ്സുകാരൊന്ന് പുറത്താക്കട്ടെ എന്നുള്ള മട്ടിൽ. സാധാരണഗതിയിൽ നമ്മുടെ രാഷ്ട്രീയത്തിനകത്ത് പുറത്താക്കുകയോ അല്ലെങ്കിൽ സ്വയം പുറത്തു പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത മുന്നണി തേടി പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പം തന്നെ നമുക്കറിയാം, കോൺഗ്രസിൽ നിന്ന് ഇറങ്ങിപ്പോയ KV തോമസ് അധികാരഭ്രാന്ത് മൂത്താണ് പോയത്. അദ്ദേഹം എല്ലാ തരത്തിലുള്ള സ്ഥാനമാനങ്ങളിലും ഇരുന്നു, MLA, മന്ത്രി, MP, അങ്ങനെ നീണ്ടുപോവുകയാണ്. സോണിയാഗാന്ധിയുടെ അടുക്കളയിൽ വരെ കയറി ഇറങ്ങി സ്വാധീനിച്ച് നേടാവുന്നതൊക്കെ നേടി. അവസാനം വന്നു കഴിഞ്ഞപ്പോൾ, അധികാരം കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ CPM കൂടെ പോയി പിണറായി ഒരു സ്ഥാനത്തിരുത്തുകയും ചെയ്തു.
അപ്പോൾ കേരള സർക്കാരിൻ്റെ ഡൽഹിയിലെ കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്ന എന്തോ ഗുണാണ്ടറാണ് എന്ന് പറഞ്ഞാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ തരൂരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വിചാരിക്കുവോ BJP പോവുകയാണ് മോദിയെ പറ്റി പറഞ്ഞതുകൊണ്ട്. അങ്ങനെ BJPയിലൊന്നും അല്ല അദ്ദേഹം പോകുന്നത്. അദ്ദേഹത്തിന് ഇനി അത്തരത്തിലുള്ള രാഷ്ട്രീയ നേട്ടങ്ങളല്ല നോട്ടം. അദ്ദേഹത്തിന് ഈ 70-70 വയസ്സിലും ഈ UN-ന്റെ ചില പദവികളിലേക്കാണ് നോട്ടം. കാരണം അതിൽ തന്നെ ഉയർന്ന പദവിയിൽ ഇരുന്ന ആളായതുകൊണ്ട് അത്തരത്തിൽ തന്നെ അറിയപ്പെടാനാണ് ആഗ്രഹവും. വിദേശങ്ങളിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു അംഗീകാരം എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല, അത്തരത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഈ ഓപ്പറേഷൻ സിന്ദൂർ ലോകത്തിൽ മുഴുവൻ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് നിയോഗിച്ച ഒരു കമ്മിറ്റിയുടെ തലവനാക്കി മാറ്റിയത്. ആ കൃത്യം അതിഗംഭീരമായിട്ട് തന്നെ തരൂർ നിർവഹിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ കോൺഗ്രസ്സുകാർക്ക് ഈ മുറുമുറുപ്പ് മുഴുവൻ വന്നിരിക്കുന്നത്. എന്തായാലും തരൂരിൻ്റെ ഈ മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരെ വെട്ടിലാക്കും. തരൂരിന് ഇപ്പം BJPയിലേക്കൊന്നും പോകണമെന്നില്ല. പക്ഷേ BJPയിൽ പോകാതെ തന്നെ നരേന്ദ്രമോദി ഈ തരൂരിനെ വേറൊരു തരത്തിൽ കയ്യിലെടുത്തുകൊണ്ട് BJP ആണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ ആണോ എന്ന് ചോദിച്ചാൽ ആണ് എന്നുള്ള തരത്തിൽ നിർത്തിക്കൊണ്ട് ഉയർന്ന സ്ഥാനമാനങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. അത് കോൺഗ്രസ്സുകാർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും. യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാർ ചെയ്യേണ്ടത് ശശി തരൂരിനെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യേണ്ടത്. 2009 ഇവർ ഇവിടെ ഇറക്കിയല്ലോ, തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ. അന്ന് തരൂര് വരുമ്പോഴും എതിർപ്പായിരുന്നു ഉണ്ടായിരുന്ന കോൺഗ്രസ്സുകാരിലെ. കാരണം ഇവിടെ ഈ പരമ്പരാഗതമായിട്ട് രാഷ്ട്രീയം കളിച്ച് രാഷ്ട്രീയത്തിലെ കുതികാൽ വെട്ടും പാരവെപ്പും എല്ലാം നടത്തി അധികാരത്തിലോട്ട് വരുന്ന കോൺഗ്രസ്സുകാർക്ക് തരൂരിനെ പോലുള്ള ഒരാളെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളതാണ്. തരൂരിൻ്റെ ഒരു തരം താണ രാഷ്ട്രീയമല്ല അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം കളിച്ചിട്ടുള്ളത് ഒരു വലിയ നല്ല നിലവാരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം 4 തവണ അദ്ദേഹത്തെ ജയിപ്പിച്ചു വിട്ടത്. ഈ നഗര കേന്ദ്രീകൃതമായിട്ടുള്ള മുഴുവൻ വോട്ടുകൾ അദ്ദേഹത്തിന് പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. തരൂർ പാർലമെന്റ് മണ്ഡലത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തതായിട്ട് ഞാൻ അവകാശപ്പെടുന്നില്ല. MP എന്നുള്ള രീതിയിലൊക്കെ നേരത്തെ തന്നെ തോൽറ്റു പോകേണ്ട ആളാണ്. പിന്നെ എന്തുകൊണ്ട് തോൽക്കുന്നില്ല എന്ന് ചോദിച്ചാൽ BJPയുമായിട്ടാണ് കടുത്ത മത്സരം. അവിടെ വരുമ്പോൾ മാത്രം അവസാന നിമിഷത്തിൽ കടന്നുകൂടുകയാണ് ചെയ്യുന്നത്. LDFന്റെ സ്ഥാനാർത്ഥി എപ്പോഴും ദുർബലന്മാർ തന്നെയാണ്. കാരണം LDF CPIക്ക് കൊടുത്തിരിക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. അത് CPM ഒക്കെ അങ്ങ് തഴഞ്ഞിട്ടിരിക്കുന്നതാണ്. CPIക്ക് ഇപ്പോൾ വലിയ പ്രതീക്ഷയില്ല. തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒന്നുകിൽ കോൺഗ്രസ് അല്ലെങ്കിൽ BJP എന്നറിയാം. 3-ാം സ്ഥാനത്തേക്ക് പോവുകയാണെങ്കിലും വളരെ 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 ദൂരെ 3-ാം സ്ഥാനത്തേക്കാണ് പോയിരിക്കുന്നത്. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ 4 നിയമസഭാ മണ്ഡലങ്ങൾ ഇപ്പോൾ BJPക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. ഈ 4 നിയമസഭാ മണ്ഡലങ്ങളും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്വന്തമായി മാറും. ഇതൊന്നും LDFന് ഇനി അങ്ങനെ അത്തരത്തിലുള്ള ഒരു മുന്നേറ്റം നടത്തി ഇത് തിരിച്ചു പിടിക്കാനൊന്നും സാധിക്കുകയില്ല. നിയമസഭാ മണ്ഡലത്തിലെ LDFനാണ് മുൻതൂക്കം. 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളതിൽ 6 എണ്ണവും LDFന്റെ കൈവശമാണ്. കോവളം മാത്രമാണ് വിൻസെന്റ് MLAയുടെ കോൺഗ്രസിന്റെ കൈവശം ഇരിക്കുന്നത്. അപ്പോൾ തരൂര് MP എന്നുള്ള രീതിയിലുള്ള വിജയം ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. തരൂരിനെ സംബന്ധിച്ചിടത്തോളം MP സ്ഥാനം എന്നൊക്കെ പറയുന്നത് താഴെ തട്ടിലുള്ള ഒന്ന് മാത്രമാണ്. അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് തരൂരിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. തരൂരിന്റെ വഴി കൂടെ പോകും. വേണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് തരൂരിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് പോയാൽ അതിൻ്റെ ഗുണം അവർക്ക് കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ നഷ്ടവും അവർക്ക് തന്നെ.